വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ളതല്ല, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ കുട്ടികളെ കയറ്റാൻ പറ്റുമെങ്കിൽ UK, US, കാനഡ, ഓസ്ട്രേലിയ ഈ പറയുന്ന രാജ്യത്തിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കണം ഇനി പാറക്കടവിന്റെ മക്കൾ കടന്നു പോകേണ്ടത്. 100-ലേറെ രാജ്യക്കാർ പഠിക്കുന്ന ക്യാമ്പസിലേക്ക്. അതിന് ഉമ്മമാർക്കാണ് ഈ ചിന്തകളൊക്കെ ഉണ്ടാകേണ്ടത്. ഞാൻ മുമ്പ് സംസാരത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ എൻ്റെ സംസാരത്തിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പല ആളുകളുടെയും സംസാരത്തിലൂടെ കേട്ടിട്ടുണ്ടാവും. അവരുടെ ഉമ്മയൊക്കെ അങ്ങനെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ്റെ അന്നത്തെ ഭരണാധികാരിയുടെ നേരെ നോക്കിയിട്ട്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി പ്രസംഗിച്ചത് ഒരു മാതാവ് തയ്യാറാക്കി വിട്ടത് കൊണ്ടാണ്. അത് യത്തീമായി വളർന്ന മോനാണ്, പക്ഷെ പഠിപ്പിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. അന്ന് 930 മുമ്പ് 31 അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. 1931 മൗലാന മുഹമ്മദ് അലി ജൗഹർ മരിക്കുന്നുണ്ട്, ഈ ലോകത്തോട് ഇവിടെ പറയുന്നില്ല. അതിനു മുമ്പേ പ്രിയപ്പെട്ട മാതാവാണ് അതും ഖുർആൻ രാത്രിയിൽ ഇരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാമ ഇക്ബാൽ പുറത്തു പോയി പഠിച്ച ആളാണ്. സർ ഐസക് ന്യൂട്ടനും അല്ലാമ ഇക്ബാലും ഒരേ ക്യാമ്പസിലാണ് പഠിച്ചത്. ഇന്ത്യയുടെ അന്നത്തെ ഏറ്റവും വലിയ 1936 അല്ലാമ ഇക്ബാൽ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഭജനവും അദ്ദേഹത്തെ ഒന്നും പറയണമെന്നുള്ള നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞാൽ മതി. 36 മരിക്കുന്നുണ്ട് ഇക്ബാൽ. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അന്ന് ഉമ്മമാര് തയ്യാറാക്കി വിട്ട ആളുകളാണ്. ഇങ്ങനെ കുറെ ആളുകൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ അദ്ദേഹത്തിന്റെ മാതാവും പിതാവുമാണ് വിട്ടത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇനി അതിന്റെ ഒരു കാലമാണ്. ഇനി നിങ്ങൾ മത്സരിക്കേണ്ടത്. ഇപ്പൊ കച്ചവടം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ധാരണ എന്താ, കുട്ടികൾക്ക് അനങ്ങിയ +2 കഴിയുക അല്ലെങ്കിൽ SSLC കഴിയുക, നേരെ ദുബായ് പോവുക, കച്ചവടം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ദുബായിക്കാണ്ട് കയറി ചെന്നാല് അവിടെ അതീവ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റിയ സാധനമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ 30-40 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനം 4-5 കൊല്ലം കൊണ്ട് ബൈജൂസ് ആപ്പിനെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിലെ വലിയ വലിയ മാഗസിനൊക്കെ ഇപ്പോൾ എഡ്യൂക്കേഷനുള്ള ആൾക്കാരെങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറുള്ള കച്ചവടമൊന്നും ചെയ്യേണ്ടെന്നല്ല. എഡ്യൂക്കേഷനുള്ള ആളുകളായി എഡ്യൂക്കേഷനോട് കൂടി ബിസിനസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചക്കക്കുരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ചക്കക്കുരു കിട്ടിയാൽ നമ്മളെന്താ ചെയ്യല്? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം. ഈ ചക്കക്കുരു എന്താ ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അതങ്ങനെ ഉണങ്ങിപ്പോവും. പക്ഷെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് ക്യാൻസറിൻ്റെ മെഡിസിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് കയറ്റിയേക്കാൻ എൻ്റെ ഈ സുഹൃത്തിന് സാധിക്കുന്നതേ അവൻ ആ വഴിയിൽ ഒരുപാട് പഠിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നും ചക്കക്കുരു കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ കൊടുത്ത് അവൻ IIM-ലെത്തട്ടെ, അവൻ വിദേശ രാജ്യങ്ങൾ പോയി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള IIT-ലോ IIM-ലൊക്കെ പോയി പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചാൽ ബിസിനസ്സിൽ പോലും ഒരു ഗ്രോത്ത് ഉണ്ടാവും. പഴയത് ഇപ്പം മലയാളികൾ ചെയ്യുന്ന ബിസിനസ് എന്താ കൂടുതലും? ഒന്നുകിൽ ടീ ഷോപ്പ്, അല്ലെങ്കിൽ ഹോട്ടൽ, അല്ലേ, അല്ലെങ്കിൽ ഗ്രോസറി. ഇതൊക്കെയല്ലേ ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്രാൻഡിങ് എന്താണെന്നറിയണം, സ്ട്രാറ്റജി എന്താണെന്നറിയണം, എന്താണ് ഫണ്ടിങ്, എന്താണ് ഏഞ്ചൽ ഫണ്ട് എന്നറിയണം. ഏഞ്ചൽ ഫണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ഇതിനെങ്ങനെ വളർത്തുമെന്നറിയണം. അങ്ങനെ ആ ഒരു വലിയ കമ്പനി അത് ഏറ്റെടുക്കുന്നത് വരെ കൊണ്ടുപോകണം. ID മുസ്തഫ എന്ന് പറയുന്ന ആള് നമ്മളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ വലിയ വമ്പൻ കമ്പനിയായിട്ട് ഇപ്പൊ വലിയ വലിയ കമ്പനികൾ ഈ പറയുന്ന മാർക്ക് സുക്കർബർഗ് അടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. എന്താ മുസ്തഫയുടെ പ്രത്യേകത? എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയാണ്. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ. അദ്ദേഹം NIT പഠിച്ച് പിന്നെ IIM പഠിച്ച ആളാണ്, അല്ലാതെ കേവല ബിസിനസ് തുടങ്ങിയ ആളല്ല. നമ്മളൊക്കെ ഇഡ്ഡലി കച്ചവടം ഒരുപാട് തുടങ്ങിയിട്ടില്ലേ? പക്ഷെ അദ്ദേഹം NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ആദ്യം PG കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കലാലയം, മാനേജ്മെന്റിന്റെ കലാലയം എന്നറിയപ്പെടുന്ന IIM-ൽ നിന്ന് എന്താക്കി PG-യും കഴിഞ്ഞ്, അതും കഴിഞ്ഞിട്ടാണ് മൂപ്പര് പരിപാടിക്ക് നിന്നിട്ടുള്ളത്. നമ്മളാണെങ്കിൽ ആ ഇഡ്ഡലി അത്ര വിജയിക്കൂല. ഇഡ്ഡലി വെറുതാണ്ട് വിജയിച്ചതല്ല, അതിനൊരു പ്രത്യേക റിത്തമിലൂടെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് പാറക്കടവിന്റെ പഴയകാല ഗൾഫുകാരൊക്കെ വലിയ കച്ചവടക്കാരാകാം, അതിന്റെ പിന്തുടർച്ചക്കാരായിട്ടല്ല നമ്മളെ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്, അതിനേക്കാൾ വലിയ കച്ചവടക്കാരനായിട്ടാണ്. അതിന് പോലും നല്ല എഡ്യൂക്കേഷൻ വേണം. അല്ലാതെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാതെ ഇനി എങ്ങോട്ടും നമ്മൾ വിടരുത്. കാരണം ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു കാലമാണ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വേണം, ടെക്നോളജി വേണം, ചിന്ത വേണം, എല്ലാം വേണം. റാപ്പോ വേണം. റാപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത രാജ്യക്കാരോട് ഭയങ്കര റാപ്പോ നിർവഹിക്കണം. ഇതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവന് ടോപ്പ് ബിസിനസ്സുകാരനാകാൻ പറ്റൂ.
അപ്പൊ ബിസിനസ്സിന് പോലും ഇനി വിദ്യാഭ്യാസം വേണമെന്നൊരു ലോകത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മക്കളെ ഡോക്ടറാക്കണമെങ്കിൽ നിങ്ങൾ ആക്കിക്കോ. ഡോക്ടർ നല്ല ഒരു പദവിയാണ്, നല്ല ഉഷാറാണ്. കാരണം എന്താണെന്ന് ഇപ്പൊ ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഡോക്ടറുടെ വില എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും കൂടി സജീവമായി എല്ലാവരും വീട്ടിലിരുന്നപ്പോഴും ഒരിക്കലും വിശ്രമിക്കാത്ത ആളുകളായി ഡോക്ടേഴ്സ് മാറി. അതുകൊണ്ട് നമ്മുടെ മക്കളെ എത്ര പേര് പാറക്കടവിൽ നിന്ന് ഡോക്ടർമാരുണ്ടാകണം, ഈ ഉമ്മമാരാ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉമ്മമാർ അതിനെ കുറിച്ചിട്ട് അതീവമായി ചിന്തിക്കേണ്ടത്. ഈ ഓരോ ആളുകളും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ കുട്ടികളെ ഈ കെടുതിയിൽ നിന്ന് മാറുന്നു എന്നതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് എന്ത്? എത്തീസം എന്ന് പറയുന്നത്. എത്തീസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിരീശ്വരവാദം. നിരീശ്വരവാദം അത് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തലപൊക്കി തുടങ്ങുകയാണ്. പക്ഷെ അതിലാരും ബേജാറാകേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലും യു കെയിലും കാനഡയിലൊക്കെ എത്രയോ കാലം മുമ്പ് വന്നിട്ട് ഇപ്പം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അതൊക്കെ. അവരൊക്കെ റിട്ടേൺ ബാക്ക് ടു വാല്യൂസ്. അവരിപ്പോൾ വാല്യൂസിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയണം, കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ലിബറൽ പോളിസിയിലേക്ക് പോയി, ലിബറലായിട്ട് ചിന്തിച്ച് ലിബറലായിട്ട് നടന്ന് അവസാനം എവിടെ വരെ എത്തിയെന്നറിയോ? ഓരോരുത്തരും തോന്നിയ പോലെ കുട്ടികളായിട്ട് പോവുക, അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ ഒന്നാകെ കൂടുക. കുറച്ച് കുട്ടികൾ, എല്ലാ കോളേജ് കുട്ടികളും എല്ലാ കോളേജിലൊന്നുമില്ല, മെഡിക്കൽ സ്റ്റുഡൻസ് പോലും കുറച്ച് ശതമാനം, വളരെ കുറച്ച് ശതമാനം ഒന്നിച്ച് സീനിയർ കുട്ടികൾ, എൻ്റെ കുട്ടികൾ എല്ലാവരും കൂടി ഇത് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇങ്ങനെയുള്ളൊരു ലോകത്തിലേക്കൊക്കെ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ടും നമുക്ക് എന്താക്കണം? ഒരു ചിന്തയുണ്ടാകും. ലിബറൽ പോളിസി എന്നാണ് അതിനവർ പറയുന്നത്. നമ്മുടെ പഴയകാല ചിന്തകളും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വിട്ടേച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളെ മാത്രം ഉപദേശിക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 5 രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്പിരിച്വലാണ്. നമ്മുടെ മക്കളെ ആത്മീയപരമായി എവിടെ എത്തിക്കണം? ഇതിൽ എത്ര പേരുടെ മക്കൾ ഹാഫിലിങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ നമ്മുടെ നെഞ്ചിനോട് വന്ന് ഉത്തരം നൽകണം. എനിക്കൊരാൾ പോലും ഉണ്ടാകണം, ഒരാളെങ്കിലും ഉണ്ടാകണം. അവസാനം എൻ്റെ മയ്യത്തിനെ കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു രംഗമുണ്ട്. അന്ന് എല്ലാവരും ബാക്കിൽ നിന്നേക്കണം. എല്ലാ ഉസ്താദുമാരും എല്ലാവരും അന്ന് ഇമാമത്ത് നിൽക്കേണ്ടത് സ്വന്തം മക്കളാണ്. ആ സ്വന്തം മക്കൾ കൈകൾ ഉയർത്തുമ്പോൾ വെറും വിദ്യാഭ്യാസം കൊടുത്തിട്ട് ദീനീപരമായ ഒരു വിവരം പോലും ഇല്ലാതെ അന്നത്തെ ളുഹ്ർ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത മോനാകരുത് നമ്മുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് വെറും കച്ചവടക്കാരായി നമ്മളെ മക്കളെ മാറ്റരുത്. നമ്മുടെ കുട്ടികളെ ഇത്ര വളർത്തി വലുതാക്കണം. പഴയകാല ആളുകളൊക്കെ അത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനീപരമായ ഉയർച്ച. രണ്ടാമത്തത് അവരുടെ കരിയറിൽ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കണം. കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവിയിൽ അവരുടെ ജോലിയാകട്ടെ എന്തുമാകട്ടെ അതിൽ വിദ്യാഭ്യാസം, അതനുസരിച്ചുള്ള ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ എത്തിക്കുന്നത് വരെ നിതാന്തമായ ജാഗ്രത നമുക്കുണ്ടാകണം. നമ്മുടെ കുട്ടികളെ PG കഴിയാതെ, ആ വാക്കൊന്നും കൂടി പറയട്ടെ, PG കഴിയാതെ വിദ്യാഭ്യാസം ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തരുത്. ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം കൂടി പഠിക്കുന്നതിനാണ് PG എന്ന് സാധാരണ പറയാം. +2 കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് ജനറൽ ഡിഗ്രിയും PG ആണെങ്കിൽ 5 കൊല്ലം, പ്രൊഫഷണൽ ഡിഗ്രിയും PG ആണെങ്കിൽ ഏകദേശം 7-8 കൊല്ലമാകും. അത് കഴിയാതെ നിർത്തരുത് എന്ന് ഓരോരുത്തർ ശാഠ്യം പിടിക്കുക. അത് കുട്ടികളോട് ചെറുപ്പത്തിലേ പറയാ. എന്ത് പറയാ? ഈ PG ചെയ്യാതെ നിർത്തരുത്. PG എന്നുള്ള സാധനം അവൻ്റെ തലയിലേക്ക് കയറണം. അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ. ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു കുട്ടി ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേട്ട് അവൻ ഡിഗ്രിക്ക് നിർത്തണം എന്ന് കുറേ വിചാരിച്ചു. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു, അത് തീർന്ന് പിന്നെ ഇപ്പോൾ PG കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അതിലേക്ക് കണ്ടെത്തിക്കുക. പോരാ, കുട്ടികളെ കഴിവുള്ളവരാക്കുകയും ചെയ്യുക. അതിന് ചെറുപ്പം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ സ്കൂളിൽ പോവുക, എന്നിട്ട് ടീച്ചേഴ്സിനോട് സംസാരിക്കുക, അത് മാത്രമൊന്നുമല്ല. കുട്ടികളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരായി കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ കൂട്ടുകാരാകുക. എത്ര രക്ഷിതാക്കൾക്ക് കൂട്ടുകാരാകാൻ പറ്റുന്നത്? സ്നേഹിതന്മാരാകുക എന്ന്. വാപ്പ സ്നേഹിതനായ ഭയങ്കര രസമാണ്. വാപ്പ സ്നേഹിതനാകും. സ്നേഹിതനാകുമ്പോൾ മക്കൾ കാത്തു നിൽക്കും. വാപ്പ അല്ലെങ്കിൽ ഉമ്മ അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ശ്രദ്ധിക്കണം, ഞാൻ രണ്ടും പറഞ്ഞ വാക്ക്. അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാവണം. ചില വാപ്പാരുണ്ട് വരും, മോനു ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായിയൊക്കെ കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക, പിന്നെ കൂട്ടായിൽ വേണം വിട്ട വരിക, പിന്നെ വാപ്പര വീട്ടിൽ കാണും. നമ്മൾ സമൂഹേന്നും പറഞ്ഞ് പാഞ്ഞോളൂ. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കൂടെ സമയം വേണം. നമ്മൾ അവൈലബിൾ ആവണം. നമ്മൾ ആ വീട്ടിലുണ്ടാകണം. ഇടയ്ക്കെങ്കിലും
ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു ഷോർട്ട് ട്രിപ്പ് പോകണം. ഷോർട്ട് ട്രിപ്പ്. നിങ്ങൾ എന്നും ഊട്ടിക്കും അമേരിക്കയ്ക്കും പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ഷോർട്ടായിട്ട് ഇവിടെ നേരെ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ ഒന്ന് എറണാകുളത്തേക്കോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മക്കളുടെ കൂടെ. അത് ഗൾഫ് ഫാമിലി കുറേയൊക്കെ എന്താക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. കാരണം ശനിയാഴ്ച വരെ ജോലി ആയിരിക്കും അയാൾക്ക്, ശനി ഞായർ ലീവായിരിക്കും. അതുകൊണ്ട് ആ ദിവസമെങ്കിലും ഒന്ന് പോകുന്ന ആൾക്കാരെ മിക്കവാറും ഗൾഫ് ഫാമിലിയൊക്കെ കൂടുതലും. അതുകൊണ്ട് ആ ദിവസം വരെ അവർ കാത്തു നിൽക്കും. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്പ്. അന്ന് കുട്ടികളോട് ഈ പഠിച്ചോ, എഴുതിക്കോ, എഴുതിയാൽ പോകാം അങ്ങനൊന്നും പറയരുത്. വെച്ചിട്ട് ആ ദിവസം വളരെ ഹരമുള്ള ഒരു ദിവസമാക്കി കുട്ടികളെ മാറ്റണം. വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചു, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. കുട്ടികളെ കൂട്ടുകാരാക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്.